പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീവാലുവേഷൻ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. 2009 മുതൽ 2013 വരെ രജിസ്റ്റർ ചെയ്തിരുന്ന BSc BCAക്കാരുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 2009, 2010, 2011, 2012, 2013 വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ അല്ലെങ്കിൽ റെഗുലർ കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിരുന്ന BScക്കാരുടെയും BCAക്കാരുടെയും 6ാമത്തെ സെമസ്റ്റർ പരീക്ഷാ റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതുവരെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പരീക്ഷാ ഭവൻ്റെ സൈറ്റുണ്ട്. അവിടെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കുന്നതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറവ് തോന്നുന്നുവെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യവും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും ഇത്തരം പരീക്ഷകൾ വരാനില്ല എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും പേപ്പറുകൾ തോറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീവാലുവേഷൻ അപേക്ഷിക്കുക എന്നുള്ളതാണ്. റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 15-ാം തീയതിയാണ്. ഡിസംബർ 15-ന് മുമ്പ് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒരു പേപ്പറിന് 840 രൂപയാണ് ഫീസ്, റീവാലുവേഷൻ്റെ ഫീസ് എന്ന നിലയ്ക്ക് അടയ്ക്കേണ്ടത്. 45 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ടും അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ 885 രൂപയാണ് ഒരു പേപ്പറിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഒന്നിലധികം പേപ്പറുകൾ ഉണ്ടെങ്കിൽ എത്ര പേപ്പറുണ്ടോ അത്രയും പേപ്പർ ഇൻറ്റു 840 അധികമായി അടച്ചു കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് 3 പേപ്പർ ഉണ്ടെങ്കിൽ 3 × 840 + 45 എന്ന നിലയ്ക്കാണ് ഫീസായിട്ട് അടച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. യൂണിവേഴ്സിറ്റിയിലേക്ക് അത് പ്രത്യേകമായിട്ട് ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി റീവാലുവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് നല്ല പോലെ എഴുതിയിട്ടും മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കേണ്ടത്. അത് പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് ഒരു 70-80 മാർക്കിനൊക്കെ എഴുതിയിരുന്നു, എന്നിട്ട് വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ. അല്ലെങ്കിൽ 50-60 മാർക്കിന് എഴുതിയിരുന്നു, എന്നിട്ട് 40% മാർക്ക് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുള്ളൂ. റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നുമില്ല. കുട്ടികൾ റീവാലുവേഷൻ അപേക്ഷിച്ചതല്ലേ, ഇത്രയും ഫീസ് അടച്ച ആപ്ലിക്കേഷൻ കൊടുത്തതല്ലേ, എന്നാൽ പിന്നെ അവരെ പാസ്സാക്കിയേക്കാം എന്ന് പറയുന്ന രീതിയൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലില്ല. നിങ്ങൾ എഴുതിയതിന് കൃത്യമായ മാർക്കുണ്ടെങ്കിൽ ആ മാർക്ക് രേഖപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് രേഖപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് റീവാലുവേഷൻ. നിങ്ങളുടെ ആൻസർ പേപ്പർ ആദ്യം മുതൽ അവസാനം വരെ മറ്റൊരു അധ്യാപകനെ കൊണ്ട് വീണ്ടും റീവാല്യൂ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ 40% പോലും മാർക്ക് എഴുതിയതിൽ മാർക്ക് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ റീവാലുവേഷൻ കൊടുത്തുകൊണ്ട് മാർക്ക് കൂടാനൊന്നും പോകുന്നില്ല. നല്ല മാർക്കിന് മാത്രം നിങ്ങൾ എഴുതിയിരുന്നു, പക്ഷേ എന്നിട്ടും അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടിയിട്ടില്ല, നേരത്തെ നോക്കിയ അധ്യാപകൻ്റെ അടുത്ത് എന്തെങ്കിലും പിഴവുണ്ടായേക്കാം എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, റീവാലുവേഷൻ കൊടുത്തു എന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. പിന്നെ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീവാലുവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. തോറ്റവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മാർക്ക് വളരെ കുറവുള്ളവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ ഉള്ളത് റീവാലുവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പരീക്ഷ വരുമെന്ന് കരുതി കാത്തിരിക്കേണ്ടതില്ല. പരീക്ഷ വന്നേക്കും. ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളൊക്കെ പിന്നീട് വന്നു വരും. പക്ഷേ അതിനൊക്കെ ഇനിയും ഒരു 3-4 കൊല്ലമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ 3-4 കൊല്ലം കാത്തിരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെയുള്ള ഓപ്ഷൻ റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. അവസാനത്തെ മാർഗം എന്ന നിലയ്ക്ക് റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ എഴുതിയിരുന്നു, അത് ആദ്യത്തെ വാല്യുവേഷനിൽ മാർക്ക് കിട്ടാതെ പോയതാണെങ്കിൽ രണ്ടാമത്തെ വാല്യുവേഷനിൽ മാർക്ക് കിട്ടുകയും പാസ്സായി പോവുകയും ചെയ്തു എന്ന് വരും. അല്ലാതെ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. ഓക്കെ, ഇനി ആരെങ്കിലും 2009 മുതൽ 2013 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള BSc BCAക്കാരുടെ 6ാമത്തെ സെമസ്റ്റർ റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം ആരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ, മാർക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഡിസംബർ 15-ാം തീയതിയാണ്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ.